ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും കണ്ടുമുട്ടാൻ ഈശോ കൃപ നൽകിയല്ലേ. ഓരോ ദിവസവും നമ്മളിങ്ങനെ വചനത്തിലൂടെ തമ്മിൽ കണ്ടുമുട്ടുകൊണ്ടിരിക്കുക. അപ്പം സംഭവിക്കുക എന്താ പറയുക, വലിയ സ്നേഹം വളരും. അപ്പം ഞാൻ ഓർക്കാണ്, എന്നോടൊക്കെ ചിലരൊക്കെ പറഞ്ഞു, അതല്ല ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ ചിലപ്പോൾ അച്ഛനെ ഫീൽ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ബന്ധങ്ങളെല്ലാം വലിയ കൃപയിലേക്ക് വരും. കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധം അല്ലേ, വലിയ ഒരു സന്തോഷമാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തലക്കെട്ട് നോക്കിയായിരുന്നോ? അതായത് അയോഗ്യരാക്കി തള്ളിക്കളി, അത് കണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ വാക്യം അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു. അത് പൗലോസും ബാർന്നബാസും വളരെ ശക്തമായി പറയുകയാണ്. ആദ്യം നിങ്ങളോട് ദൈവവചനം പ്രകാശിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളഞ്ഞിരിക്കുന്നതുകൊണ്ടും നിത്യജീവനെ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഞങ്ങളിപ്പോൾ വിജാതിയുടെ അടുത്തേക്ക് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തലക്കെട്ട് ഓർക്കണം, തള്ളിക്കളയാൻ തുടങ്ങിയാൽ നമ്മൾ അയോഗ്യരായിട്ട് തീരും. അപ്പം അതുകൊണ്ട് ദൈവവചന പല വിധത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും. വികാരിച്ചൻ്റെ പ്രസംഗത്തിലൂടെ വരും, അല്ലെ ഇടവകയിലെ മദർമാരുടെ ഉപദേശത്തിലൂടെ വരും, കാറ്റഗിസ് അധ്യാപകരിലൂടെ വരും, പിന്നെ ശാലോമിലൂടെയും ഡിവൈൻ വിഷൻ, അങ്ങനെ ഒരുപാട് ചാനലുകളിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ അടുത്തേക്ക് വരും. യൂട്യൂബ് ചാനലിൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് അല്ലേ, മാതാക്കനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. തമ്മിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കിട്ടും, തമ്മിൽ ഉപദേശത്തിൽ കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന വചനങ്ങളെ, എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങൾ തള്ളിക്കളയരുത്. ഒറ്റ വചനം തള്ളിക്കളയരുത്. വചനത്തെ തള്ളിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നിത്യജീവന് നമ്മളെ തന്നെ അയോഗ്യരാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിന് നമ്മളെ തന്നെ അയോഗ്യരാക്കി തീർക്കുന്നത് ദൈവമല്ല, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഗൗരവം കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഓരോ വചനവും തള്ളിക്കളയുമ്പോൾ നമ്മൾ തന്നെ നിത്യജീവിതത്തെ നമ്മൾ അയോഗ്യരാക്കി തീർക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു വചനം പോലെ തള്ളിക്കളയും. വൈകുന്നേരം വചനം വായിക്കുമ്പോൾ, വിശ്വർബാനയ്ക്ക് വചനം കേൾക്കുമ്പോൾ, കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് വചനം വായിക്കുമ്പോൾ തള്ളിക്കളയരുത്. എൻ്റെ ഈശോയെ, എവിടെ വചനം കണ്ടാലും ദൈവം അത് ശ്രദ്ധിക്കാനും വായിക്കാനും പഠിക്കാനും അത് സ്വീകരിക്കാനും കർത്താവെ പ്രാർത്ഥിയാക്കാനും ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കണം. എൻ്റെ ദൈവം ഈ ആശീർവാദം നൽകപ്പെടുമ്പോൾ നിത്യജീവനത്തിൽ ഇവരെല്ലാവരും യോഗ്യരായി തീരട്ടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.